ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അനുശ്രീ. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. എല്ലാവരുടെയും ഒരു സംശയമാണ്, എത്ര മണിക്കൂർ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണം, എങ്ങനെ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണം, എത്ര സമയം ഒരു ദിവസം നീക്കി വെച്ചാൽ ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ നിരവധി സംശയങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് നമ്മുടെ എൽ ജി എസിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ട്. അപ്പം അവരുടെ ആ ഒരു ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യുന്ന ഒരു സെഷനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഈ ഒരു എക്സാം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഈ എക്സാമിന് ഇപ്പൊ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് നമുക്ക് ഉദ്യോഗാർത്ഥികളെ നമുക്ക് പ്രധാനമായിട്ടും 3 തരത്തിലാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. നമുക്കൊന്ന് മൂന്ന് കാറ്റഗറീസ് ഉണ്ട്. അതിൽ കാറ്റഗറി 1 നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റുന്നത് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ ഹൗസ് വൈഫ്സും ആണ്. ഓക്കെ, അപ്പൊ ഈ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്കും ഹൗസ് വൈഫിനും ഒക്കെ ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസത്തിൽ അവർക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന ടൈം എന്ന് പറയുന്നത് എത്രയാണ്? വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയമാണ് അല്ലെ. ഇവർക്ക് മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ ഒരു 3 to 4 മണിക്കൂറായിരിക്കും. ചിലപ്പോൾ ഇപ്പൊ കുട്ടികളൊക്കെയുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ, അവർക്കൊരു കുഞ്ഞു കുട്ടികളൊക്കെയുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഹൗസ് വൈഫ്സിന്റെ കാറ്റഗറിയിൽ കുഞ്ഞു മക്കളൊക്കെയുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ അവർക്കൊരു 3 to 4 hours ഈ വർക്ക് ചെയ്യുന്നവർക്ക് ഈ ഒരു 3 to 4 hours ആണ് അവർക്ക് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പൊ ഈ ഒരു 3 to 4 hours എങ്ങനെ ഫലപ്രദമായിട്ട് യൂട്ടിലൈസ് ചെയ്യണം, അതാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഇനി കാറ്റഗറി 3 ഉണ്ട്. കാറ്റഗറി 3 എന്ന് പറയുന്നത് ഫുൾ ടൈം പഠിക്കുന്ന ആളുകളാണ്. അപ്പൊ ഫുൾ ടൈം പഠിക്കുമ്പോൾ വീട്ടിലിരുന്ന് ഫുൾ ടൈം പഠിക്കാൻ പറ്റുന്ന ആളുകൾ അല്ലെ. ഇപ്പൊ വീട്ടിലിപ്പം പ്രിപ്പറേഷൻ മാത്രമായിട്ട് പോകുന്നവരുണ്ട്, കോച്ചിങ് സെന്റേഴ്സിൽ പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പഠിക്കുന്നവരോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് ഒക്കെ റെഫർ ചെയ്ത് പഠിക്കുന്ന ആസ്പിരൻസും നമുക്കുണ്ട്. സോ അങ്ങനെയുള്ളവർക്ക് ഒരു ദിവസത്തിൽ എങ്ങനെ പോയാലും ഒരു 8 to 9 മണിക്കൂർ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? 8 to 9 മണിക്കൂർ അങ്ങനെയുള്ളവർക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പം ഈ 2 പേരെയും, അതായത് ഈ 3 കാറ്റഗറി ഓഫ് ആളുകളെയും എങ്ങനെ, ഈ 3 കാറ്റഗറി ഓഫ് ആൾക്കാർക്കും എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഈ ഫസ്റ്റ് സെക്ഷനിൽ വരുന്ന ആളുകൾക്ക് മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ 3 to 4 മണിക്കൂർ വരെയാണ് പഠിക്കാൻ പറ്റുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇവര് ഈ ഒരു 3 to 4 മണിക്കൂറിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് ചോദിച്ചാൽ, മസ്റ്റ് ആയിട്ടും ആദ്യം സിലബസ് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക. ശേഷം നമ്മൾ എപ്പോഴും ഹോട്ട് ടോപ്പിക്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറയാറുണ്ട്. അപ്പം ഇവിടെ നമുക്ക് ഒരു ഡിഗ്രി ലെവൽ എക്സാംസിലോട്ടേക്ക് വരുമ്പോൾ നമുക്കിപ്പോൾ ഒരു പ്രിലിംസ് കടക്കണമെങ്കിൽ, പ്രിലിമിനറി പരീക്ഷ കടന്നു കിട്ടണമെങ്കിൽ, ഇപ്പൊ ഡിഗ്രി ലെവൽ ആണെങ്കിൽ പ്രിലിംസ് കടക്കണമെങ്കിൽ നമുക്ക് ഹോട്ട് ടോപ്പിക്സ് ഐഡന്റിഫൈ ചെയ്യാം. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത് ഏത് പരീക്ഷയെ പറ്റിയിട്ടാ? കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയെ പറ്റിയിട്ടാണ്. അപ്പൊ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുമ്പോൾ അതിന്റെ സിലബസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമുക്ക് ഡിഗ്രി ലെവൽ, അതായത് നമുക്കിപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസും ഉണ്ട്, കമ്പനി ബോർഡ് അസിസ്റ്റന്റും പഠിക്കാനുണ്ട് അല്ലെ. അസിസ്റ്റന്റിന്റെ എക്സാമും വരുന്നുണ്ട്. സോ ഇവർക്ക് 2 പേരെയും കൂടി നമുക്കൊന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ 2 പരീക്ഷയും നമുക്കൊന്ന് കമ്പൈൻ ചെയ്ത് വേണമെങ്കിൽ കൊണ്ടുപോകാവുന്നതാണ്. അപ്പം എൽ ജി എസിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മുടെ സിലബസിൽ വരുന്ന GK ടോപ്പിക്കുകളുണ്ട്. അതായത് നമ്മുടെ ഒരു എൽ ജി എസ് ലെവൽ സിലബസിൽ വരുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നതും നമ്മൾ ഡിഗ്രി ലെവലിൽ വരുന്ന ടോപ്പിക്കുകളെല്ലാം സിമിലർ ആണ്. പക്ഷെ എക്സാമിന്റെ ഒരു പാറ്റേണിലാണ് വ്യത്യാസമുള്ളത്. എൽ ജി എസിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ എക്സാം കുറച്ചും കൂടി ഒരു ഈസി ആയിരിക്കും കമ്പനി ബോർഡ് അസിസ്റ്റന്റിനെ സംബന്ധിച്ച്. അതായത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എൽ ജി എസ് ആയിരിക്കും കുറച്ചും കൂടി ഈസി ആയിട്ടുണ്ടാവുക. അപ്പം ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ? നിങ്ങൾക്ക് ബേസിക് GK, നിങ്ങളുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. സോ നിങ്ങൾ ഈ 3 to 4 മണിക്കൂർ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ വേണ്ടി കിട്ടുമ്പം നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, നിങ്ങളുടെ GK എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? GK നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് സ്ട്രോങ് ആക്കി കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. സോ അത് മാത്രമല്ല, ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾ മാത്സും കൂടി എന്ത് ചെയ്യുക, ഡെയിലി പഠിച്ചു പോകുക. അപ്പൊ നിങ്ങൾ ഡെയിലി നിങ്ങളുടെ പഠനത്തിൽ ഉൾപ്പെടുത്തേണ്ട 2 കാര്യങ്ങൾ, ഈ 3 to 4 മണിക്കൂറിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ, നിങ്ങളുടെ GK പോർഷൻസ് സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. GK സ്ട്രോങ് ആക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? SCERT ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ SCERT ടെക്സ്റ്റ് ബുക്കുകൾ എന്ന് പറയുമ്പോൾ ഞാൻ മുന്നേ ഒരു വീഡിയോ, നമ്മുടെ ചാനലിൽ തന്നെ മുന്നേ ഒരു വീഡിയോ ഏതൊക്കെ SCERT ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ എടുത്ത് നോക്കിയാൽ ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കുകളാണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലാവും. സോ നിങ്ങൾക്ക് ആ വീഡിയോ റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? GK ടോപ്പിക്സുകൾ പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നമുക്ക് ഒരു ദിവസം നിങ്ങൾക്ക് 4 മണിക്കൂറാണ് മാറ്റിവെക്കാനുള്ളതെങ്കിൽ ആ 4 മണിക്കൂറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 2 മണിക്കൂർ നിങ്ങൾക്ക് GKക്ക് കൊടുക്കാം, 1 മണിക്കൂർ നിങ്ങൾക്ക് നോൺ GKക്ക് കൊടുക്കാം. നോൺ GK എന്ന് പറയുമ്പോൾ
നമ്മുടെ മാത്സ് ഒക്കെ വരുന്ന ഭാഗമാണ് നോൺ GK എന്ന് പറയുമ്പോൾ. അപ്പൊ അത് നിങ്ങൾക്ക് 1 അവർ നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് 1 അവർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എന്താണോ അന്നത്തെ ദിവസം പഠിച്ചത് അത് റിവിഷനും കൂടി വെക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ രീതിയിൽ നിങ്ങളൊന്ന് അപ്രോച്ച് ചെയ്യുക. ഈ രീതിയിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ GK എന്ന് പറയുന്നത് ഒരു കടല് പോലെ ഇങ്ങനെ സമുദ്രം പോലെ ഇങ്ങനെ കിടക്കുന്നതാണ്. അപ്പൊ ഈ GKയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, GKയിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ഇപ്പൊ എക്കണോമിക്സ് ആണ് പഠിക്കുന്നത്, എക്കണോമിക്സിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് ഏതാണ്, 5 ഇയർ പ്ലാൻസ് എന്ന ടോപ്പിക്കാണ് അല്ലെ. പ്ലാനിങ്ങിന്റെ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. സോ ഹോട്ട് ടോപ്പിക്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആദ്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ GK പോർഷനിൽ പഠിച്ച് തീർക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ലെസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു 2 hours അങ്ങനെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഡെയിലി 2 മണിക്കൂർ ഞാൻ GKക്ക് വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. 2 മണിക്കൂർ ഞാൻ GK പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. അപ്പം GKന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഇവിടെ പൊതുവിജ്ഞാനവും അതുപോലെ തന്നെ ഇവിടെ സയൻസും കൂടി വരുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ 2 അവറിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ 2 hours ഡെയിലി ബേസിസിൽ നിങ്ങൾക്ക് 2 hour വെച്ചിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് തന്നെ മാറ്റി വെച്ച് തന്നെ പഠിക്കുക. അതിന്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും, നമ്മൾ ഈ 1 അവർ റിവിഷൻ കൊടുത്തിട്ടുണ്ടല്ലോ, ഒരു ദിവസത്തിൽ തന്നെ 1 അവർ നമ്മൾ റിവിഷൻ ഡേ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ റിവിഷൻ ഡേ എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, PYQs നോക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് PYQസും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വർക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് പഠിക്കുമ്പോഴും നമ്മൾ ഈ ഒരു PYQ വെച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഏത് ടോപ്പിക്ക് പഠിക്കുന്നോ അതിന്റെ ഒപ്പം തന്നെ PYQ കൂടി വെച്ചിട്ട് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ കിട്ടുന്ന ഒരു 3-4 മണിക്കൂറിന് 4 മണിക്കൂറാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ആ 4 മണിക്കൂറിനെ എങ്ങനെ എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിനെ വെച്ചിട്ടിരിക്കും നമ്മുടെ ഒരു പ്രിപ്പറേഷനും നമുക്ക് വരാൻ പോകുന്ന ഒരു റാങ്കും നമ്മുടെ എക്സാം ഹോളിലെ നമ്മുടെ പെർഫോമൻസ് ഒക്കെ. അപ്പൊ നിങ്ങൾ അതിനെ നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ്. ഇനിയിപ്പോ നിങ്ങൾ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡേ നിങ്ങൾക്ക് എന്തായാലും ഓഫ് ഡേ ഉണ്ടാവും അല്ലെ. അപ്പോൾ ഓഫ് ഉള്ള ഡേയ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 4 മണിക്കൂർ എന്നുള്ളത് ഒരു 6 മണിക്കൂർ 2 hours കൂടി കൂട്ടിയെടുത്തിട്ട് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ഈ ഒരു 4 മണിക്കൂർ പോലും കണ്ടെത്താൻ ഇല്ലാന്ന് നിങ്ങൾ പറയരുത്. കാരണം ഇപ്പം നമുക്ക് രാവിലെ ഇപ്പം 6 മണിക്ക് എണീക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 1 മണിക്കൂർ മുന്നേ 5 മണിക്ക് എണീക്കാം, നമുക്ക് പരീക്ഷ പാസ്സാവണ്ടേ. അപ്പൊ നിങ്ങൾക്കത് ആ ഒരു രീതിയിൽ നിങ്ങളുടെ ഒരു ടൈമും കാര്യങ്ങളും എങ്ങനെയാണോ, നിങ്ങളുടെ ഒരു സൗകര്യം എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾ ദിവസത്തിൽ ഒരു 4 മണിക്കൂർ, അത് കണ്ടിന്യൂസ് ആയിട്ട് 4 മണിക്കൂർ പഠിക്കണം എന്നല്ല പറയുന്നത്. ദിവസത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 4 hours അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഇനിയിപ്പം തീരെ സമയമില്ല, ഫുഡ് കഴിക്കുന്ന സമയത്താണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ക്ലാസ് കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കഴിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ടെലിഗ്രാംസിലൊക്കെ ഇഷ്ടം പോലെ പോളുകൾ അവൈലബിൾ ആണ്. പോൾസ് ചെയ്ത് നോക്കാം. ഈ പോളൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് വായിക്കുകയാണ്, നമ്മളത് അറിയുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് ക്ലാസ് കേട്ടോണ്ട് നിൽക്കാം, ചെറിയ വോയിസ് നോട്ട്സ്, വോയിസ് ക്ലാസ്സുകൾ കേൾക്കാം അല്ലെ. അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അതായത് നമ്മളിപ്പം എനിക്ക് സമയമില്ല, എനിക്ക് വർക്ക് പ്രഷറാണ്, സോ എനിക്ക് പഠിക്കാൻ ഒട്ടും സമയമില്ല എന്നുള്ളതല്ല, നമ്മൾ എങ്ങനെയെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പം ഇവിടെ ഈ ഒരു 4 മണിക്കൂറിന്റെ കാര്യത്തിൽ, ഈ ഒരു ഫസ്റ്റ് കാറ്റഗറി ഓഫ് ആളുകളുടെ കാര്യത്തിൽ അതാണ് പറയാനുള്ളത്. ഇനി തേർഡ് കാറ്റഗറിയിലോട്ടേക്ക് വരുമ്പോൾ ഫുൾ ടൈം പഠിക്കുന്നവരാണ്. ഫുൾ ടൈം പഠിക്കുന്നവർക്ക് ഇവർക്ക് എങ്ങനെ പോയാലും 8 to 9 മണിക്കൂർ അവർക്ക് പഠിക്കാനുള്ള സമയം സുഖമായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും അല്ലെ. അപ്പം ഇങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, നമുക്ക് കുറച്ചധികം പോർഷൻസ് എന്ത് ചെയ്യാം, കുറച്ചധികം പോർഷൻസ് പഠിക്കാം. അത് നല്ല സിസ്റ്റമാറ്റിക് ആയി ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ ഉണ്ടാക്കി എന്ത് ചെയ്യുക, നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പഠിച്ചു പോവുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക, മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യുക. കാരണം ഇവിടെ വരുമ്പോഴേക്കും കുറച്ചും കൂടി കൂടുതൽ സമയം കിട്ടുന്നത് കൊണ്ട് തന്നെ കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ട്, കുറച്ചും കൂടി ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇവർക്ക് ഈ ഒരു കാറ്റഗറിയിലുള്ള ആളുകൾക്ക് പഠിച്ചു പോകാൻ വേണ്ടി സാധിക്കും. പക്ഷെ ഇവിടെയുള്ളൊരു പ്രോബ്ലം എന്താ, ഇവിടെയുള്ളവരുടെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇൻകൺസിസ്റ്റൻസിയാണ്. അതായത് ഈ ഡെയിലി പഠിക്കുന്ന, അതായത് ഫുൾ ടൈം പഠിക്കാൻ പറ്റുന്ന ആളുകൾക്ക് ഇൻകൺസിസ്റ്റൻസിയുടെ ഒരു പ്രോബ്ലം നല്ല രീതിയിൽ ഉണ്ടാകും. കുറച്ചൊരു 2 ദിവസം പഠിക്കുമ്പോൾ 3-ാം ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കാന്നൊക്കെ തോന്നും, ഒന്ന് ഡിലേ ആക്കും പഠിത്തം അല്ലെ. അങ്ങനെയുള്ള ഒരു ഇഷ്യൂ വരാറുണ്ട്. അപ്പൊ അത് മാക്സിമം ഒഴിവാക്കുക. ഡെയിലി 8 മണിക്കൂർ to 9 മണിക്കൂർ പഠിക്കണം എന്നുള്ളതല്ല. പഠിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ലൈഫ് സ്റ്റൈലും ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളും ഡിഫറെന്റ് ആണ്. ഇപ്പം ഒരാൾക്ക് പെട്ടെന്ന് വന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 4 മണിക്കൂർ പഠിക്കണം, നിങ്ങൾ 8 മണിക്കൂർ 9 മണിക്കൂർ പഠിക്കണം എന്നൊന്നും പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെയും ലൈഫ് സ്റ്റൈൽ ഡിഫറെന്റ് ആണ്. സോ നമ്മുടെ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് പഠിക്കുക. ഫുൾ ടൈം സ്റ്റഡിയുടെ കാര്യം അവർക്ക് എങ്ങനെ പോയാലും ഒരു 8 to 9 മണിക്കൂർ കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ മസ്റ്റായിട്ട് 9 മണിക്കൂർ പഠിക്കണം, 8 മണിക്കൂർ പഠിക്കണം എന്നല്ല പറഞ്ഞത്. ആ ഒരു കിട്ടുന്ന സമയം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഒരു 8 to 9 മണിക്കൂർ പഠിച്ചാൽ അത് നല്ലതായിരിക്കും എന്നാണ് പറയുന്നത്. സോ വർക്ക് ചെയ്യുന്നവരും ഹൗസ് വൈഫ് ആയിട്ടുള്ള ആൾക്കാരും മാക്സിമം ഒരു 4 hours എങ്കിലും നിങ്ങളൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.
ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് എത്ര നേരം പഠിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് ബേസിക് ആയിട്ട് പറയാനുള്ളത്. അപ്പം നമ്മളുടെ ലൈഫ് സ്റ്റൈല്, ഓരോരുത്തരുടെയും ലൈഫ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കേ അറിയുള്ളൂ നമ്മൾ എങ്ങനെയാണ്, നമ്മുടെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് നമുക്കല്ലേ അറിയുള്ളൂ. അപ്പം അത് അഡ്ജസ്റ്റബിൾ ആക്കി തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ രാവിലെയൊക്കെ 1 hour എണീക്കാൻ പറ്റുമെങ്കിൽ 1 hour മുന്നേ എണീറ്റ് നോക്കുക. ഇനിയിപ്പോൾ രാത്രിയിലാണ് പഠിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ 1 hour ലേറ്റ് ആയിട്ട് കിടന്ന് നോക്കുക. അപ്പം അങ്ങനെയുള്ള രീതിയിൽ നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ത് ചെയ്യുക, കുറച്ച് നാളത്തേക്ക്, അതായത് നമ്മുടെ ഈ ഒരു എക്സാം വരാൻ ഇനി കുറച്ച് നാളും കൂടി അല്ലേ, അപ്പോൾ ആ ഒരു സമയം വരെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ചെറിയൊരു മാറ്റമൊക്കെ വരുത്തി ഒന്ന് അഡ്ജസ്റ്റബിൾ ആക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠിത്തത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, തീർച്ചയായിട്ടും നമുക്ക് നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരു നല്ല രീതിയിലേക്ക് നിങ്ങളുടെ മാർക്കൊക്കെ ഒന്ന് ലെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഒരു റാങ്ക് ലിസ്റ്റിലേക്കൊക്കെ ഇടം പിടിക്കാനൊക്കെ സാധിക്കും. അപ്പം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ഇതുപോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യാനുള്ള ഒരു കീ എന്ന് പറയുന്നത്. അപ്പോൾ കൺസിസ്റ്റൻസിയാണ് അവിടുത്തെ കീ എന്ന് പറയുന്നത്. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് നന്നായിട്ട് റിവൈസ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം നിങ്ങളെ ഈ ഒരു നമ്മുടെ ഇപ്പോൾ കമ്പനി ബോർഡ് LGSന്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നു, ഏകദേശം 3000-ലധികം വേക്കൻസീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളെ ഈ ഒരു നിങ്ങളുടെ ഒരു ടൈം ഷെഡ്യൂളിനൊക്കെ അനുസരിച്ച് നിങ്ങളെ ഇതിലോട്ടേക്കൊന്ന് കൊണ്ടുവന്ന് ഈ ഒരു ട്രാക്കിലോട്ടൊക്കെ ഒന്ന് കയറ്റി ഒന്ന് അടിപൊളിയാക്കി ഒന്ന് നിങ്ങളെ സിസ്റ്റമാറ്റിക്കായി പഠിപ്പിച്ച് എക്സാം ഹോളിലേക്ക് കോൺഫിഡൻറ്റോട് കൂടിയിട്ട് എക്സാം ഹോളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരു ബാച്ചിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ടൈമും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടുള്ള രീതിയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരും ഉണ്ട്, ഹൗസ് വൈഫ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങളുടെ ഒരു സ്റ്റഡി കാര്യങ്ങളും പാറ്റേണൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ടൈം ടേബിളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് ഡെയിലി പഠിക്കാൻ തരും. അപ്പം സ്റ്റഡി പ്ലാനോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡെയിലി ഓരോ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത് പോവാം. അതിൻ്റെ വീക്കിലി എക്സാംസ് ഉണ്ടാവും, വീക്കിലി നിങ്ങൾക്ക് റിവിഷൻ ഡേയ്സ് ഉണ്ടാവും. ആ റിവിഷൻ ഡേയിൽ നിങ്ങൾക്ക് പെൻഡിങ് ഉള്ള പോർഷൻസ് തീർക്കാം. അതുപോലെ തന്നെ വീക്കിലി എക്സാംസ് നിങ്ങൾക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടൊരു മെൻറ്റർ ഉണ്ടാവും നിങ്ങളുടെ കൂടെ, ഒരു മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടാവും, ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, ലൈവ് ക്ലാസ്സിൻ്റെ PDF നോട്ട്സുകളും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പം എക്സാം നോട്ടിഫിക്കേഷൻ വന്നു, ഇനി നമുക്ക് സമയമില്ല, ഇപ്പോഴേ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോഴേ തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. ഏറ്റവും നല്ലത് ഇപ്പം നമ്മുടെ ഈ LGSന് പ്രിപ്പയർ ചെയ്യുന്നവർ തന്നെയായിരിക്കും കമ്പനി ബോർഡ് അസിസ്റ്റന്റിനും പ്രിപ്പയർ ചെയ്യുന്നത്. രണ്ടിനും ഒന്നിച്ചും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും, ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനും പറ്റുന്നതാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ അധികം താമസിക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും വേഗം തന്നെ പഠനം സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ കൺസിസ്റ്റന്റ് ആയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാവുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബാച്ചിന്റെ ഭാഗമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്